നമ്മളിപ്പോൾ ഉള്ളത് കോയമ്പേടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പപ്പായും മമ്മിയും നാട്ടിൽ നിന്ന് വരുവാണേ. ഹോയ്. അപ്പോൾ നമ്മുടെ പപ്പായും മമ്മിയും മണിക്കൂട്ടനും കൂടെ നാട്ടിൽ നിന്ന് ചെന്നൈയിലോട്ട് വരുവാണ് കേട്ടോ. ചെന്നൈ യെസ്, അവർ വളരെ കാലങ്ങൾക്ക് ശേഷം ആദ്യമായി നമ്മുടെ ചെന്നൈ കാണാനായിട്ട് വരുവാണ് കേട്ടോ. അപ്പം 1-2 ദിവസം അവരിവിടെ ഉണ്ടാവും. നമ്മൾ ചെന്നൈ പപ്പായും മമ്മിയും കൂടെ കാണിക്കുന്ന അവരുടെ കറക്കം കാര്യങ്ങളാണ്, അവരുമായിട്ടുള്ള നമ്മുടെ കറക്കം കാര്യങ്ങളാണ് നമ്മുടെ ഇനി കുറച്ച് ദിവസത്തെ കാര്യങ്ങൾ തന്നെ. അപ്പോൾ അവർ ടിപ്പു സുൽത്താൻ ബസ്സിലാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അവരിപ്പോൾ വരാറായിട്ടുണ്ട്. ബസ് ഏകദേശം ലേറ്റ് ആണ്. ഏകദേശം ഒരു 10-15 മിനിറ്റ് അല്ലെങ്കിൽ 20-25 മിനിറ്റിനുള്ളിൽ ബസ് വരും. അതെ. അപ്പം ഞങ്ങൾ അതിനുവേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യണേ. അപ്പം നിങ്ങളും വെയിറ്റ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് പപ്പായും മമ്മിയും നമ്മളെല്ലാവരും കൂടെ ഒരു വ്ളോഗ് ആദ്യമായിട്ടില്ലേ കാണാൻ പറ്റുന്നേ. അപ്പോൾ ഓരോരുത്തരായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ വ്ളോഗിൽ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കുഞ്ഞേച്ചിയെ കണ്ടു, അളീനെ കണ്ടു, കുഞ്ഞേച്ചിയുടെ ഇളയ കൊച്ചിനെ കണ്ടു. അപ്പം മൂത്ത ആൾ കാനഡയിലാണ്, അവൻ വരുമ്പോൾ കാണിക്കാൻ കണ്ടു. അപ്പോൾ ഇനി കുറേ പേരെ കാണിക്കാറുണ്ട്. ഇപ്പോൾ പപ്പായും മമ്മിയും മെയിൻ ക്യാരക്ടേഴ്സാണ് നമ്മുടെ. അപ്പം അവരെ ഒരുമിച്ച് കാണാനായിട്ട് നമുക്ക് ഒരു അവസരം കിട്ടിയേക്കാണ്. അപ്പോൾ അവർ ഇറങ്ങുന്നതൊക്കെ ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ കാഴ്ചകൾ എന്ന് വെച്ചാൽ ഇനി അവർ വന്ന് നമ്മൾ അവർക്ക് വേണ്ടി റൂമൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ആ റൂമിലോട്ട് അവരെ കൊണ്ടുപോയി ഒന്ന് ഫ്രഷ് ആക്കി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നമുക്ക് ഇന്നത്തെ കറക്കം സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അതെ, ഇവിടെ ചെന്നൈ ഇവിടെ മെട്രോ ഉണ്ട് കേട്ടോ, കോയമ്പേടിൻ്റെ അടുത്ത്. അപ്പോൾ ഇവിടെ ഒരു A2B ഉണ്ട്. അപ്പോൾ അവിടെ പോയി കഴിക്കാമെന്നാണ് ഞാൻ പറഞ്ഞത് അല്ലേ? അതെ, A2B കഴിച്ചിട്ട് അങ്ങനെ ഫ്രഷ് ആയിട്ട് അങ്ങോട്ട് പോയാൽ പിന്നെ അവിടെ ബീച്ച് എന്നുള്ള ബാക്കി കാര്യങ്ങൾ നോക്കിയാൽ മതിയല്ലോ. അതെ, ഇപ്പം നമുക്ക് ബസ് വരുന്നതിൽ ഞങ്ങളൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യട്ടെ. അപ്പം വരുന്നതും ഇറങ്ങുന്നതും ഒക്കെ നിങ്ങളെ കാണിക്കാം. ആദ്യമായിട്ടാണ്, അവർക്ക് തമിഴ് കാര്യമായിട്ട് അറിയത്തില്ല. അപ്പം അവർ ഇറങ്ങുമ്പോൾ ബുദ്ധിമുട്ടരുതല്ലോ. അതെ, അപ്പം ഞങ്ങൾ ഹാൻഡിൽ വിത്ത് കെയർ ആണ്. അപ്പോൾ അവർ വരട്ടെ. അങ്ങനെ നമ്മൾ എക്സ്പെക്ട് ചെയ്തതിലും കുറേയേറെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ടിപ്പു സുൽത്താൻ വരാനായിട്ട്. അങ്ങനെ നമ്മുടെ ടിപ്പു സുൽത്താൻ ആണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പപ്പായും മമ്മിയൊക്കെ ഇറക്കണം. അപ്പോൾ അടുത്തോട്ട് ചെല്ലാം കേട്ടോ. അപ്പോൾ നമുക്ക് ദൂരെ നിന്ന് തന്നെ മണിക്കൂട്ടനെ കാണാമായിരുന്നു കേട്ടോ. മുകളിലിരിക്കുന്നതാണ് കേട്ടോ നമ്മുടെ മണി എത്തി നോക്കുന്ന കണ്ടില്ലേ. അപ്പോൾ മണിക്കൂട്ടനെ ദൂരെ നിന്ന് ഞങ്ങൾ കണ്ടുപിടിച്ചു. അപ്പോൾ പപ്പായും മമ്മിയും കാണത്തില്ലായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ അടുത്തോട്ട് ചെന്നപ്പോഴത്തേക്ക് പപ്പായും കണ്ടു, മമ്മിയെ ഒട്ടും കാണത്തില്ലായിരുന്നു. അപ്പോൾ നമുക്കിനി വിളിച്ചിറക്കി എല്ലാം ഒന്ന് സെറ്റിൽ ചെയ്യാം. മമ്മി എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പോൾ മമ്മിയൊക്കെ എത്തി കേട്ടോ. ഞങ്ങൾ A2Bയിൽ വന്ന് കയറി ഞങ്ങൾ കഴിക്കാൻ പോവുക കേട്ടോ. മമ്മി ആദ്യമായിട്ട് വ്ളോഗിലൊക്കെ വരിക. ഇനി ഞങ്ങൾ അങ്ങോട്ട് വ്ളോഗാണ് മൊത്തത്തിൽ. ഇതേ ഇവിടെ പപ്പ ഇരിപ്പുണ്ട്, ഇച്ചാൻ ഇരിപ്പുണ്ട്, മണിക്കൂട്ടൻ ഇരിപ്പുണ്ട്, എല്ലാവരും. അപ്പം ഞങ്ങളിനി എന്നാ ചെയ്യാൻ പോവാ, ഞങ്ങളെല്ലാവരും മസാല ദോശ, മണിക്കൂട്ടൻ നെയ് റോസ്റ്റൊക്കെ കഴിക്കാൻ പോവാണ് കേട്ടോ. പപ്പ കൈയൊക്കെ കാണിക്കുന്നുണ്ട്. ഫോട്ടോ എടുക്കാം. അപ്പം നമുക്കിനി ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ കഴിച്ചിട്ടൊക്കെ വരാവേ. മമ്മി ഒന്നുകൂടെ കൈ കാണിച്ചേക്കാം, അപ്പോഴത്തേക്ക് ഞാൻ കട്ട് ചെയ്തു. 2 മസാല ദോശ വന്നിട്ടുണ്ട്. അടുത്ത മസാല ദോശ മമ്മിക്കും പപ്പായ്ക്കും വന്നിട്ടുണ്ട്. ഞങ്ങൾക്കുള്ളത് ഉടനെ തന്നെ വരും. അപ്പം മമ്മിയൊക്കെ ആദ്യമായിട്ട് ചെന്നൈ മസാല ദോശ കഴിക്കാൻ പോകുന്നു. അടുത്ത മസാല ദോശ എല്ലാവരും നോർമൽ സാധനമാണ്, പക്ഷെ മണിയുടെയാണ് നമുക്ക് ഹൈലൈറ്റ് സാധനം. മല പോലുള്ളൊരു ഗീ റോസ്റ്റ്. അപ്പം ഞങ്ങളിനി ഒരു പിടി പിടിച്ചിട്ട് വരാം. മമ്മിയും പപ്പായെ കൂട്ടിക്കൊണ്ട് ഇവിടെ റൂമിൽ വന്നു കേട്ടോ. അപ്പം മമ്മിക്കും എനിക്കും ഒരു റൂം, ഇവർക്ക് 3 പേർക്കും കൂടെ ഒരു റൂം, പപ്പായ്ക്ക് വെച്ചാനും മണിക്കൂട്ടനും കൂടെ. അങ്ങനെയാണ് നമ്മൾ റൂം സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പം അവിടെ പപ്പായ വെച്ചാനും കൂടെ ഏത്തക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നാട്ടിൽ നിന്ന് കേട്ടോ. അതൊക്കെ പൊട്ടിച്ചുകൊണ്ടിരിക്കുക. അപ്പം നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. മമ്മി കുളിച്ചുകൊണ്ടിരിക്കുന്നു, മണിക്കൂട്ടൻ കുളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാവേ. അൺബോക്സിങ് ആണോ? അപ്പോൾ ഇച്ചാനും അപ്പയും ബീഫുണ്ട്, ഏത്തക്കയുണ്ട്, ഏത്തപ്പഴമുണ്ട്. അപ്പോൾ നമ്മൾ പഴുത്ത് പോകാതെ പുറത്തെടുത്ത് വെക്കുകയാണേ പപ്പായും ഇച്ചാനും കൂടെ. കാരണം കവറിൽ വെച്ചിട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് എല്ലായിടത്തും വെളിയിലൊക്കെ വെച്ചിട്ട് പോവാം. നമ്മളിവിടെ ഒരു പഴക്കച്ചവടം തുടങ്ങും ഉടനെ. മലയാളികളാണ് ഇവിടെ ഉള്ളവരെല്ലാം, മലയാളികളാണ് ഈ ഹോട്ടലിൽ. അതെ. അപ്പം പപ്പ എല്ലാം എടുത്ത് വെക്കട്ടെ, എന്നിട്ട് നമുക്ക് കാണാം. 3:30 ട്രെയിനുള്ളത്. തിരിച്ചു പോകാനുള്ള ടിക്കറ്റിനെ പറ്റി ഞങ്ങൾ ആലോചിക്കും.
ഞാൻ എടുത്തിട്ട് വേദനിക്കുന്നു ഫെയിലായി മിഷൻ ഫെയിൽ. എനിക്കോ അങ്ങനെയാണെ ഞാൻ വിടുവോ? കിട്ടിയ അവസരം പാഴല്ലോ. നമ്മളോട് മുള്ളെടുക്കാനുള്ള പരിശ്രമത്തിലാണ് ഗൈസ്. മമ്മിയുടെ കാലം മുള്ളു കൊണ്ടു. ഈ വന്ന് എത്ര ദിവസം കൊണ്ട് മുള്ളുണ്ടോ മമ്മി? ചെടിയൊക്കെ വൃത്തിയാക്കി ചെടിക്കകത്തൊക്കെ ഒരുപാട് പണിയുണ്ടായിരുന്നു. ഹലോ, കന്നഡ വണ്ടിയുടെ കറക്റ്റ് കാണുന്നില്ല. ആന്റി ആണെങ്കിൽ അത് ഇവിടെ ഓപ്പറേഷൻ മുള്ളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അമ്മേ. അപ്പോൾ അടുത്ത ഓപ്പറേഷൻ അടുത്ത ആള് കൈകാര്യം ചെയ്യാൻ പോയിരിക്കും. ഒരു ചെറിയ കറുപ്പുണ്ടപ്പാ, പക്ഷെ മമ്മിക്ക് വേദനിക്കാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും റെഡിയായി, ഞങ്ങൾ സെറ്റായി, നമ്മൾ ഇറങ്ങുവാണ് ഗൈസ്. ഇറങ്ങുമല്ലേ? പവർ യെസ്. അപ്പം നമ്മളിപ്പോൾ നമ്മൾ മന്തി കഴിക്കാൻ പോവാണ്. അതാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. യെസ്. അങ്ങനെ മന്തി കഴിച്ചിട്ട് നമ്മൾ സൂവിൽ പോകുന്നു. അങ്ങനെ നമ്മൾ കറങ്ങി നമ്മൾ പപ്പായും മമ്മിയും മണിക്കൂട്ടിനെയും കൊണ്ട് അങ്ങനെ കറങ്ങി അടിക്കാൻ പോവാണ്. അപ്പം നമുക്ക് താഴെ ചെന്ന് ഊബർ ബുക്ക് ചെയ്തിട്ട് നമുക്ക് നേരെ പതുക്കെ വാ. അപ്പം ഞങ്ങൾ പോയി ഊബർ ബുക്ക് ചെയ്ത് നേരെ മന്തിക്കടയിലോട്ട് പോകാൻ പോവാം കേട്ടോ. പോവാം. നമ്മുടെ ഊബർ വന്നു. എവിടെടാ കാണുന്നില്ലല്ലോ. അപ്പായെ കാണാൻ പറ്റുന്നില്ലല്ലോ. അപ്പം നമുക്ക് നേരെ പാം ഷോറിലേക്ക് പോവാം. അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. മണിയേ പവർ. അപ്പം നമ്മുടെ പപ്പ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. എനിക്ക് പപ്പയെ കാണാൻ പറ്റുന്നില്ല. ട്രാഫിക് ഉണ്ട് കേട്ടോ, അത്യാവശ്യം ട്രാഫിക് ഉണ്ട്. അനങ്ങിയാണ് നമുക്ക് അവിടെ ചെല്ലാൻ. അങ്ങനെ നമ്മൾ പാം ഷോറിൻ്റെ ഫ്രണ്ടിലെത്തി കേട്ടോ. നോക്ക്. അപ്പോൾ നമ്മൾ പാം ഷോറിൽ കയറുവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കയറി സംഭവങ്ങളൊക്കെ മെനു ഒക്കെ നോക്കി പപ്പായ്ക്കും മമ്മിക്കും മണിക്കുട്ടനും അടിപൊളിയായിട്ട് ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ കടയിൽ കയറി ഇതേ മെനു നോക്കുന്നു, മണിക്കുട്ടൻ മെനു നോക്കുന്നു, പപ്പായും മമ്മി ഇവിടെ ഇരിപ്പുണ്ട്. അപ്പം നമുക്ക് മട്ടൻ റിബ്സ് മന്തി നമ്മൾ വാങ്ങിക്കാനായിട്ട് നോക്കുവാണ് കേട്ടോ. ഫൈനൽ ഡിസിഷൻ എടുത്തിട്ട് കാണിക്കാം. നമ്മുടെ സൂപ്പ് എത്തിയിരിക്കുകയാണ്. ഒരു സൂപ്പ് കുടിച്ച് തുടങ്ങാപ്പാ. ടേസ്റ്റ് ചെയ്യുക. ഒരു സൂപ്പ് കുടിച്ച് തുടങ്ങാം. ഒരു സുഖം കിട്ടും. എന്താ സൂപ്പ് നല്ലതാണോ? ആരോഗ്യം എന്ത് പറ്റി? മണി ടേസ്റ്റ് ചെയ്യും മണി. അപ്പം നമുക്കൊരു സൂപ്പ് കുടിച്ച് തുടങ്ങാം. ഇത് നമ്മൾ അന്ന് കുടിച്ചാത്തേ സൂപ്പ് അല്ലേ? കഴിച്ചോ അമ്മേ, കുടിച്ചോ അമ്മേ. കുരുമുളകൊക്കെ ഇട്ട് നല്ല ചൂടും എരിവൊക്കെ ഉള്ള സൂപ്പാ ഇല്ലേ? എങ്ങനെയുണ്ടപ്പാ? സൂപ്പ് കുടിച്ച് നമുക്ക് തുടങ്ങാം. ഞങ്ങളുടെ മമ്മി ഇപ്പോൾ ഫോർക്കിലൊക്കെ കുത്തി മാത്രമാണ് ഇറച്ചിയൊക്കെ കഴിക്കുള്ളൂ. ഞങ്ങൾ അപ്ഡേറ്റ് ആയിരിക്കുന്നു ഗൈസ്. അതെ, അപ്പോൾ കൈകൊണ്ടൊക്കെ കഴിക്കും. അപ്പം ഞങ്ങൾ അങ്ങനെയൊക്കെയാണ്. ഞാനും കൈകൊണ്ട് കഴിക്കാറുള്ളൂ. എനിക്ക് ഫോർക്ക് കുടിച്ചാൽ പറ്റില്ല. അപ്പോൾ നമ്മളെ പ്ലേറ്റ് വന്നിട്ടുണ്ട്. എൻ്റെ മമ്മിക്ക് എന്തോ പറയാനുണ്ട്. അതെ, ഇനി നാട്ടിൽ വന്നിട്ട് ഞങ്ങൾ ഫോർക്ക് കൊണ്ട് കഴിക്കാം. ഞങ്ങൾ അപ്ഡേറ്റ് ആയിരിക്കുകയാണ് ഗൈസ്. ഇനി ഫോർക്കും സ്പൂണും ഒന്നും ഇല്ലാതെ കഴിക്കാൻ പറ്റില്ലെന്ന്. മന്തി വന്നില്ല, വെയിറ്റിംഗ് ആണ്. ഈ സംഭവങ്ങൾ മാത്രം കൊണ്ട് വെച്ചിട്ട് കണ്ടാ, നോക്കിങ്ങോട്ട് ആവി പറക്കുന്ന മന്തി. യമനി മന്തിയാണ്, യമനി മന്തി. ആവി കളയണ്ട, കഴിച്ചോളാൻ. ഇതേ ഇതിന്റെ മണമെന്നൊക്കെ പറഞ്ഞോണ്ടല്ല. അപ്പൊ നമ്മുടെ മന്തി വന്നിട്ടുണ്ട്. നമുക്ക് മന്തി കഴിക്കാം. അതേ ഇവിടുത്തെ ചേട്ടൻ. അവര് നമുക്ക് സെർവ് ചെയ്ത് തരും. ലൈവായിട്ട് കാണ്. എന്താ
ആ അവിടെ. അപ്പം നമ്മുടെ മമ്മിക്കുള്ള മന്തി സെർവ് ചെയ്യാണ് ചേട്ടൻ. എന്നാ ശരി, എന്നാ ഞാൻ പോവാന്ന്. അപ്പം നമ്മുടെ ആവി പറക്കുന്ന മന്തി വന്നിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ എല്ലാവർക്കും സെർവ് ചെയ്തോണ്ടിരിക്കുന്നു. അപ്പം നമുക്കിനി കഴിക്കാം. മമ്മി ഫോർക്കിലാണ് ഗൈസ്, കണ്ടാ? അവർ കഴിച്ചിട്ട് വിളിക്കാന്ന് പറഞ്ഞു വെച്ചപ്പാ. അളിയൻ പറഞ്ഞു ഒന്ന് വയ്യാഴിക വരുത്തി വെക്കണ്ട, ഞാൻ നോക്കിയിരുന്നിട്ട്. മമ്മിയെ കണ്ടോ? മമ്മിയെ കാണങ്ങോട്ട്. ഫോർക്കിലാണ് പരിപാടി, നോക്കങ്ങോട്ട്. എന്താ മമ്മി എക്സ്പേർട്ട് ആയിരിക്കുകയാണ് ഗൈസ് ഫോർക്കിൽ. താങ്ക് യു. മൈനസ് ആണോ? ഈ ഓൺലൈൻ ഓർഡറിലൊക്കെ ഇതാണ് ഗൈസ് എൻ്റെ മന്തി. അപ്പോൾ ഞാൻ കഴിക്കട്ടെ. അപ്പോൾ നമ്മൾ കഴിച്ചൊക്കെ കഴിഞ്ഞു കേട്ടോ. നമ്മൾ കഴിച്ച് കഴിഞ്ഞ് ഇനി അങ്ങോട്ട് പോകുന്നു. പപ്പയും മമ്മിയും കാണിച്ചേടാ. അപ്പോൾ കഴിച്ച് നമ്മൾ സെറ്റായി, വയറൊക്കെ ഫുള്ളായി. പപ്പായ വയറുള്ളിൽ പിടിച്ചോ. അപ്പോൾ നമ്മൾ സെറ്റായിരിക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? സ്നോ വേൾഡ് എവിടെയായിരുന്നു? സ്നോ കിങ്ഡം അതെവിടെയായിരുന്നു? BGP അങ്ങോട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ബസ്സിനാണ് പോകുന്നത്. ബസ് സ്റ്റാൻഡിലോട്ട് നമ്മൾ ഊബർ ബുക്ക് ചെയ്ത് നമ്മൾ പോവാണ് ഗൈസ്. കഴിച്ച് കഴിഞ്ഞപ്പോൾ ഉറക്കം വരുന്നുണ്ടോ എന്ന് സംശയം. അങ്ങനെ ഞങ്ങൾ കോയമ്പേട് ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇവിടെ നമുക്ക് ബസ് കയറി തിരുവാൻമിയൂർ പോകണം. അങ്ങനെ നമുക്ക് നേരെ അങ്ങോട്ട് രണ്ട് ബസ് കയറിയാലേ നമ്മൾ അവിടെ MG ആ സംഭവത്തിലെത്തുള്ളൂ, സ്നോ കിങ്ഡത്തിലെത്തുള്ളൂ. അപ്പം ഞങ്ങളെ ഒരു ഊബർ ചേട്ടനൊക്കെ പറ്റിക്കാൻ നോക്കി കേട്ടോ. ഇപ്പം ആ പുള്ളി ഇല്ലാത്ത വഴി കൂടെ ഒക്കെ കറക്കി തിരിച്ച് 2 വട്ടമൊക്കെ ഒരേ വഴി കൂടെ കൊണ്ടുവന്നു. ഇവിടെ വന്നപ്പോൾ ആദ്യം കാണിച്ച പൈസയല്ല, ഞങ്ങൾ ആദ്യം കാണിച്ച പൈസ തന്നെ പിന്നെ കൊടുത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ കോയമ്പേട് മെയിൻ ബസ് സ്റ്റാൻഡിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമുക്ക് ബസ് കയറി തിരുവാൻമിയൂരോട്ട് പോകാം. അവർ ഫ്രണ്ടിൽ പോകാം കേട്ടോ, ഞാൻ കാണിച്ചു തരാം. മമ്മി എങ്ങനെയുണ്ട്? ക്ഷീണമുണ്ടോ? അടിപൊളിയാണ്. അപ്പം ഞങ്ങൾ ബസ്സേ കയറാൻ പോവാം. അപ്പോൾ അതേ അമ്മ, അപ്പ, ചയൻ, മണിക്കുട്ടൻ എല്ലാവരും ബസ് തേടി നടക്കുകയാണ്. ഇനി നമുക്ക് കയറാം പെട്ടെന്ന്. ഈ ബസ് തിരുവാൻമിയൂരോട്ടുള്ളതാണ് കേട്ടോ. അപ്പം നമുക്ക് ഇത്തേ ചാടി കയറാം. അപ്പം അപ്പായമ്മയ്ക്ക് കയറട്ടെ. സീറ്റുണ്ട്, എല്ലാം ഉണ്ട്. നമുക്ക് കയറി നോക്കാം. അങ്ങോട്ടുള്ളതാന്ന് തോന്നുന്നു, ഞാൻ ചോദിക്കുന്നുണ്ട്. യെസ്, അങ്ങനെ നമ്മൾ തിരുവാൻമിയൂർ പോകാനായിട്ട് ബസ്സിൽ കയറി സെറ്റായി. മണി ഇങ്ങോട്ട് നോക്ക്, എങ്ങനെയുണ്ട് ബസ്സിൽ കയറി ഇരുന്നിട്ട്? അപ്പോൾ നമ്മുടെ അമ്മ, അപ്പ എല്ലാവരും പുറയിലുണ്ട്. ഇനി നമുക്ക് നേരെ തിരുവാൻമിയൂരിലേക്ക് പോവാം. ഈ ഗ്ലാസ് തുറക്കാൻ പറ്റത്തില്ലടാ. അങ്ങനെ നമ്മൾ BGP മറൈൻ കിങ്ഡത്തിലെത്തി ഗൈസ്. അതായത് അങ്ങ് ദൂരെ നോക്കൂ, അതിലെയാണ് നമുക്ക് കയറേണ്ടത്. അതിനകത്താണ് സ്നോയും സെറ്റപ്പും ഒക്കെ ഉള്ളത് കേട്ടോ. അപ്പം നമുക്ക് അങ്ങോട്ട് പോകാം. ഇതാണ് ഇതിൻ്റെയൊക്കെ പാർക്കിങ്. അപ്പം ഞങ്ങളിവിടെ ഊബർ വിളിച്ചാണ് വന്നത്. നമ്മൾ തിരുവാൻമിയൂർ വന്നിറങ്ങി കഴിഞ്ഞപ്പോൾ ബസ് കിട്ടിയില്ല. പിന്നെ നമ്മൾ ഊബർ വിളിച്ച് ഇങ്ങോട്ട് വന്നു. ഇനി നമുക്ക് അങ്ങോട്ട് പോയിട്ട് ഞാൻ നിങ്ങളെല്ലാ കാര്യങ്ങളും കാണിച്ചു തരാം. കണ്ടോ, നമ്മുടെ സ്നോ കിങ്ഡത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുണ്ടല്ലേ. ഈ ക്രിസ്മസ് അപ്പൂപ്പനെയൊക്കെ പോലെ ഉണ്ട്. അപ്പം ഇവിടെ ഫോട്ടോഷൂട്ട് നടക്കുകയാണ് ഗൈസ്. പപ്പ, മമ്മി, മണിക്കുട്ടൻ എല്ലാവരും കൂടെ ഫോട്ടോസ് എടുക്കുകയാണ്. ഹേ. അപ്പം നമുക്കെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഫോട്ടോസൊക്കെ എടുത്തിട്ട് അവിടെ കണ്ടോ, അതാണ് ടിക്കറ്റ് കൗണ്ടർ. അവിടെ പോയി നമുക്ക് ടിക്കറ്റൊക്കെ എടുത്ത് അകത്തോട്ട് കയറാം. അപ്പോൾ ഇവിടെ ടിക്കറ്റ് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ടിക്കറ്റ് എടുത്താൽ ഇനി നമുക്ക് താമസമില്ല, നമുക്ക് അകത്തോട്ട് ഉടനെ തന്നെ കയറാം. ടിക്കറ്റൊക്കെ എടുത്ത് കേട്ടോ. അകത്തോട്ട് കയറുമ്പോൾ ഇങ്ങനെയാണ്. നമ്മൾ ഇവിടെ ചെരുപ്പ് കൂരി കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇവർ തരുന്ന ബൂട്ടൊക്കെ ഇട്ട് വേണം കയറാനായിട്ട്. അപ്പോൾ ഞങ്ങളൊന്ന് സെറ്റാകും. അപ്പോൾ നമ്മുടെ ചെരുപ്പൊക്കെ ഈ സഞ്ചിക്കകത്താക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് ബാഗൊക്കെയോ, അപ്പോൾ ബാഗൊക്കെ നമുക്ക് ഇവിടെ വെക്കാം. എല്ലാ കാര്യങ്ങളും സെറ്റാക്കാം. അപ്പോൾ ഞങ്ങളെല്ലാം ചെരുപ്പില്ലാത്തവരായിരിക്കുകയാണ് ഗൈസ്. കണ്ടാ.
അങ്ങനെ എല്ലാവരും ചെരുപ്പും ഷൂ ഒക്കെ ഊരി അവിടെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ നമുക്ക് അകത്തോട്ട് കയറാൻ വേണ്ടിയിട്ടുള്ള ജാക്കറ്റും സംഭവങ്ങളും ഒക്കെ തന്നു കേട്ടോ. അപ്പോൾ കയ്യിൽ ഗ്ലൗസും കാര്യങ്ങളൊക്കെ ഇടണം. അപ്പം ഫുൾ ഐസ് ആണല്ലോ. അപ്പം നമ്മളിങ്ങനെ ഇട്ട് എല്ലാം സെറ്റായിട്ട് വേണം അകത്തോട്ട് കയറാനായിട്ട്. അപ്പോൾ നമ്മളെല്ലാം ഇട്ട് റെഡിയായി. നമ്മൾ അകത്തോട്ട് കയറാനുള്ള ടൈമായി കേട്ടോ. അപ്പം അപ്പുറത്തെ സൈഡിൽ കാണുന്നില്ലേ, ആ ഡോർ കൂടാണ് കേട്ടോ നമുക്ക് അകത്തോട്ട് കയറേണ്ടത്. അപ്പോൾ ഇച്ചാനവിടെ കയ്യെ കാണിക്കുന്നുണ്ട്. അപ്പം മേളിൽ കണ്ടില്ലേ ഐസിൻ്റെ ആ ഒരു സെറ്റപ്പ് കണ്ടില്ലേ, അതുപോലെയാണ് അകത്ത് ഫുള്ള്. അങ്ങനെ നമ്മൾ അകത്തെത്തി കേട്ടോ. അകത്തെത്തി കഴിഞ്ഞപ്പം ഒരേ വൈബ്, അടിപൊളി സെറ്റപ്പായിരുന്നു. പിന്നെ അങ്ങോട്ട് എറിയലായി, കളിയായി, ബോളെടുത്ത് കളിയായി, ഒന്നും പറയണ്ട. പപ്പായും മമ്മിയും ഭയങ്കര ആക്റ്റീവായിരുന്നു കേട്ടോ. ഭയങ്കര അടിപൊളിയായിരുന്നു പപ്പായും മമ്മിയും. ഞങ്ങൾക്കും പപ്പായുടെ മമ്മിയുടെയും മണിക്കുട്ടൻ്റെയും കൂടെ ഇങ്ങനെ ഇവിടെ വരാനൊക്കെ പറ്റിയത് ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. കണ്ടോ മമ്മിയും പപ്പായൊക്കെ നോക്കിയേ. പപ്പായൊക്കെ ആണെങ്കിൽ ഫുൾ ടൈം ഫോട്ടോ എടുക്കുന്നു, ഡാൻസ് കളിക്കുന്നു, വീഡിയോ എടുക്കുന്നു, എല്ലാ കാര്യത്തിനും ഒന്നിനും മാറി നിൽക്കാതെ ഞങ്ങളുടെ കൂടെ ജിഗാന്ന് നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതൊരു സെറ്റപ്പ് പരിപാടിയായിരുന്നു. അപ്പോൾ പപ്പായും മമ്മിയും അവിടെ ഇവിടെയൊക്കെ ഇരുത്തി ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. അപ്പോൾ നമുക്ക് എന്നും കാണാൻ വേണ്ടിയിട്ടുള്ളൊരു നല്ലൊരു മെമ്മറി അല്ലേ. അപ്പോൾ മണിക്കുട്ടൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. മണിക്കുട്ടനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ അവനും നാട്ടിൽ വന്നപ്പോൾ ഒരു വെറൈറ്റി ഉള്ള എക്സ്പീരിയൻസ് ഇല്ലേ. പിന്നെ ഞങ്ങളുടെ കൂടെ ആകുമ്പോൾ അടിപൊളിയായിരിക്കുമല്ലോ. അവനും ഒരു കൊച്ചായതുകൊണ്ട് അവനും ഒരു സെറ്റപ്പായിരുന്നു. ഇതിനകത്ത് കയറിയപ്പോൾ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബോൾ കളിക്കുന്നു. പിന്നെ വേറൊരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ, ഒരു ഉന്തുവണ്ടി പോലത്തെ ഒരു സാധനം. അതിൽ വലിച്ചുകൊണ്ട് നടന്നിട്ട് ഉന്തിയിടൊക്കെ ചെയ്തായിരുന്നു. അതൊക്കെ ഇടയ്ക്ക് വീഡിയോ എടുക്കാൻ ഞങ്ങൾ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പുറത്ത് കണ്ടില്ല, അവിടെയാണ് ഡിസ്കോ പോലത്തെ സംഭവങ്ങൾ, അതായത് പാട്ടൊക്കെ ഇട്ട് നമുക്ക് ഡാൻസ് കളിക്കാനുള്ള സെറ്റപ്പാണ് അപ്പുറത്ത് കാണുന്നത്. അപ്പോൾ ആ പാട്ടൊന്നും എനിക്കിതിൽ കേൾപ്പിക്കാൻ പറ്റത്തില്ല കേട്ടോ. അതെന്നാന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, യൂട്യൂബിൽ മോണിറ്റൈസേഷൻ ഇഷ്യൂ കാര്യങ്ങളൊക്കെ വരും, പോളിസിക്ക് വയലേഷൻ ഉണ്ടാവും പാട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് ആ പാട്ടൊന്നും ഇടാൻ പറ്റത്തില്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ വന്ന് എങ്ങനെ എഡിറ്റ് ചെയ്യണം എന്നറിയാതെ വന്ന് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ കുറച്ച് ലേറ്റായി പോയിട്ടുമുണ്ട് ആക്ച്വലി. അപ്പം എനിക്ക് വോയിസ് ഓവർ കൊടുക്കുന്ന വീഡിയോസ് വരുമ്പോഴത്തേക്ക് കുറേ മടിയാവും എഡിറ്റ് ചെയ്യാനായിട്ടേ. അപ്പം അങ്ങനെ ഈ വീഡിയോ കുറച്ച് വൈകി പോയിട്ടുണ്ട്. അപ്പം നമ്മൾ ഡാൻസ് തുടങ്ങി കേട്ടോ. അങ്ങോട്ട് നോക്കിയേ, പപ്പായും മമ്മിയും ഇച്ചായനും ഞാനും മണിക്കൂറിനും എല്ലാവരും കൂടെ ഇവിടെ വന്നു കഴിഞ്ഞ് ഡാൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഒന്നും പറയണ്ട. ഞങ്ങൾ നല്ല തകർപ്പൻ ഡാൻസ് ആയിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അതിൻ്റെ ആ ഒരു വൈബ് അതേ രീതിയിൽ മനസ്സിലാവത്തുള്ളൂ. എന്നാലും ഞങ്ങൾ മാക്സിമം പപ്പായും മമ്മിയും അങ്ങ് എൻ്റർടൈൻ ചെയ്യാൻ തന്നെ തീരുമാനിച്ചു കേട്ടോ. അപ്പം നോക്ക്, ഞാനും മമ്മിയും ഡാൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഡാൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിനങ്ങനെ ഡാൻസ് കഴിഞ്ഞ് പിന്നെ നമ്മൾ പോയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മറ്റേ 12Dയിൽ സിനിമ കാണാനായിരുന്നു കേട്ടോ. അപ്പം 12D തന്നെ ആയിരുന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പോൾ കണ്ടൊക്കെ കഴിഞ്ഞ് ഇത് പെട്ടെന്ന് കഴിഞ്ഞു കേട്ടോ. കഴിഞ്ഞിറങ്ങി എനിക്ക് വലിയൊരു സംഭവമായിട്ട് തോന്നിയില്ല. ഓക്കെ ആയിരുന്നു കേട്ടോ. നമ്മൾ ഇപ്പോൾ ഇവിടുന്ന് എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മൾ സ്നോ കിങ്ഡത്തിൽ ഇറങ്ങുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങി ഇച്ചിരി വെള്ളം കുടിച്ചു, ഊട്ടി ബർഫി കഴിച്ചു. ഇനി നമ്മൾ ഇവിടുന്ന് ബസ് കയറി നമുക്ക് മെറീന ബീച്ചിലോട്ട് വല്ലതായിരിക്കും നമ്മൾ പോകുന്നത്. അപ്പോൾ അതിന് നമുക്ക് ആലോചിച്ച് ചെയ്യാം. അതിന് ബസ് കിട്ടി ഒരു കരയിലെത്തിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോകാൻ ഉദ്ദേശിക്കുന്നത് മെറീന ബീച്ചിലേക്കാണ് കേട്ടോ. അപ്പോൾ മെറീന ബീച്ചിൽ നമുക്ക് കുറേ കാര്യങ്ങൾ കാണാനുണ്ടല്ലോ, അങ്ങോട്ടേക്കാണ്. പക്ഷേ ബസ് നമുക്ക് കിട്ടിയില്ല കേട്ടോ. കുറേ നേരം നമ്മൾ പോസ്റ്റായി, നമ്മൾ നിരന്നങ്ങ് ഇരുന്ന് കേട്ടോ അങ്ങോട്ടേക്ക്. അല്ല പിന്നെ എന്ത് ചെയ്യാനാ, കുറേ നേരം നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങനെ നമുക്ക് അവസാനം ബസ് കിട്ടി. എനിക്കും മണിക്കും ഒരുമിച്ച് സീറ്റ് കിട്ടി. ഇച്ചാൻ ഫ്രണ്ടിലാണ് ഇരുന്നത്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ചേട്ടൻ പോയപ്പോൾ ഇച്ചാനും അവിടെ തന്നെ വന്നിരിക്കാൻ പറ്റി കേട്ടോ. അങ്ങനെ ഞങ്ങൾ 3 പേര് സെറ്റായി. പപ്പയും മമ്മിയും ഞങ്ങൾ ഫ്രണ്ടിൽ സേഫായിട്ട് ഇരുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, ഏതോ ഒരു സ്ഥലത്ത് ഇപ്പോൾ എത്താറായെന്നോർത്ത് പപ്പ ചാടി എഴുന്നേറ്റു. അത് കണ്ട് മമ്മി എഴുന്നേറ്റു. അങ്ങനെ അവരുടെ സീറ്റ് പോയി. അപ്പോൾ പിന്നെ ഞങ്ങൾ എന്നാ ചെയ്തു, അവരെ വിളിച്ചു കൊണ്ടുവന്ന് ഞങ്ങളുടെ അടുത്ത് ഇരുത്തി കേട്ടോ. അങ്ങനെ ഞങ്ങളിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോവുകയാണ്. ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു കേട്ടോ ഇടയ്ക്ക്. അങ്ങനെ നമ്മൾ പൊക്കോണ്ടിരുന്നപ്പോഴത്തേക്ക് ചെന്നൈ മെറീന ബീച്ചിലെത്തി കേട്ടോ. അപ്പം മെറീന ബീച്ച് കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏറെക്കുറെ അറിയാവുന്നവർക്ക് അറിയായിരിക്കും. അപ്പോൾ നമ്മൾ അവിടെ ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞ് ഓപ്പോസിറ്റ് അപ്പുറത്തോട്ട് നടന്ന് ക്രോസ് ചെയ്ത് എത്തിക്കഴിഞ്ഞിട്ട് അകത്തിനി നമ്മൾ കാണാൻ പോകുന്നത് കരുണാനിധിയെ അടക്കിയേക്കുന്ന സ്ഥലമുണ്ട്, അതുപോലെ ജയലളിത അടക്കിയേക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് എന്താ പറയുക, സ്മാരകങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാവുന്ന സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷെ ഞാൻ ഇത്രയും നാൾ ചെന്നൈയിൽ ഉണ്ടായിരുന്നെങ്കിലും മെറീന ബീച്ചിൽ വന്നിട്ടുണ്ടെങ്കിലും ഞാനും ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉള്ള ഏരിയ അല്ല ഇത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് ഇതുവരെ വരാഞ്ഞ്.
അപ്പോൾ ഇപ്പോൾ ഇവിടെ നമ്മൾ വന്ന സ്ഥിതിക്ക് പപ്പായ്ക്കും മമ്മിക്കും കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന മെയിനായിട്ടുള്ളൊരു സംഭവമാണല്ലോ ഇത്. അപ്പോൾ നമ്മൾ അവിടെ കാണാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ, എപ്പോഴും ആൾക്കാർ വന്ന് കാണുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് കരുണാനിധിയുടെ ശവകുടീരം എന്ന് പറയുന്നത്. ശവകുടീരം എന്ന് തന്നെ ആയിരിക്കുമല്ലോ പറയുന്നത്. അപ്പം ഇവിടെ എപ്പോഴും ആ മെയിൻ്റനൻസ് പറയാതിരിക്കാൻ വയ്യ കേട്ടോ. അവിടെ എപ്പോഴും ആ പൂവൊക്കെ ഇട്ടേക്കുന്നത് വാടിയൊന്നും അല്ല കിടക്കുന്നത്, ഫ്രഷ് പൂക്കളാണ്. അതുപോലെ അവിടെ എപ്പോഴും ആ ഒരു തിരി തെളിഞ്ഞ് തന്നെ ഇരിക്കും കേട്ടോ. അങ്ങനെയൊക്കെയാണ് ഉള്ളത്. ഇനി നമ്മൾ പോകുന്നത് ജയലളിത അടക്കിയേക്കുന്നിടത്തോട്ടാണ്. അപ്പോൾ ഇതാണ് ജയലളിത അടക്കിയേക്കുന്ന സ്ഥലം എന്ന് പറയുന്നത്. ഇതാണെങ്കിൽ ആ പൂവൊക്കെ ഭയങ്കര ഫ്രഷ് ആയിട്ട്, ഇപ്പോൾ ഈ അത്തപ്പൂക്കളം ഇട്ടേക്കുന്നില്ല അതുപോലെയാണ് അത് ഇട്ട് വെച്ചേക്കുന്നത്. അപ്പം അതുപോലെ തന്നെ ആ ഒരു തിരിയും അണയത്തില്ല കേട്ടോ. ഇനി നമ്മൾ വെളിയിലിറങ്ങി മാങ്ങയൊക്കെ കഴിച്ചു കേട്ടോ. ഇത് ഇങ്ങനെ മാങ്ങ പീസാക്കി മുറിച്ച് ഇങ്ങനെ വെച്ചേക്കും കടയിൽ കൂടി ഇതുപോലെ. അതിൽ ഉപ്പും മുളകും ഒക്കെ ഇട്ട് നല്ല രസമാണ് കേട്ടോ കഴിക്കാൻ, നല്ലൊരു വൈബാണ് അത് കഴിക്കുമ്പം. അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അത് മേടിച്ച് കഴിച്ചുകൊണ്ടാണ് ഇങ്ങനെ നടന്നത്, ഒരു എൻ്റർടൈൻമെൻറ്റ്. പിന്നെ നമ്മളിനി മെറിന ബീച്ചിൻ്റെ സൈഡിലോട്ട് പോകാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ ഇവിടെ ഭയങ്കര ഒരു പൂരപ്പറമ്പിൻ്റെ പ്രതീതിയാണ് കേട്ടോ. ഒരുപാട് കച്ചവടക്കാരും കാണാൻ ഭംഗിയുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ ആയിട്ട് അതൊരു അടിപൊളി വൈബാണ് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. ഇനി ഇങ്ങനെ കടകളുടെ നടുക്കൂടെ ഒരുപാട് നടന്നാലേ നമ്മൾ മെറീന ബീച്ചിൻ്റെ അങ്ങേയറ്റത്ത് എത്തുകയുള്ളൂ. കാരണം മെറീന ബീച്ച് എന്ന് വെച്ചാൽ ഒരുപാട് നടക്കാനുള്ളൊരു ബീച്ചാണ്, ഒരുപാട് നീളമാണ്. അപ്പം ഞങ്ങൾ ഈ ഒരു ചെടിയുടെ സംഭവം വാങ്ങിച്ചു കേട്ടോ. ചെടി പോലെ ഇരിക്കുന്ന പ്ലാസ്റ്റിക് ഫ്ലവേഴ്സ്, അത് മമ്മിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വാങ്ങിച്ചു, അത് മാത്രമേ വാങ്ങിച്ചുള്ളൂ അവിടുന്ന്. അങ്ങനെ നമ്മൾ ബീച്ചിലെത്തി കേട്ടോ. അതായത് നമ്മുടെ ബീച്ചിൻ്റെ അങ്ങേയറ്റത്തെത്തി. നമ്മൾ കാലൊക്കെ ഒന്ന് നനച്ചു കേട്ടോ. മണി ജന്മം ചെയ്ത ആ ഷൂ വരത്തില്ല, അവൻ വെള്ളത്തിൽ ഇറങ്ങിയില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ നിർബന്ധിച്ച് നോക്കി, പക്ഷെ അവൻ വരത്തില്ല. പിന്നെ ഞാനും പപ്പയും മമ്മിയും മാത്രമേ കാലൊക്കെ നനച്ചുള്ളൂ. അപ്പം നല്ലൊരു അടിപൊളിയായിരുന്നു. പക്ഷെ ഇവിടെ വരെ നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം ദൂരെ കൂടുതലുള്ളതുകൊണ്ട് പപ്പയ്ക്കും മമ്മിക്കൊക്കെ നടന്ന് ക്ഷീണിച്ചു, ഞങ്ങൾ തന്നെ ക്ഷീണിച്ചു. പിന്നെ പപ്പയുടെ മമ്മിയുടെ കാര്യം പറയണ്ടല്ലോ. പിന്നെ തിരിച്ചു പോയപ്പോൾ ഞങ്ങൾ അപ്പുറത്തെ സൈഡിൽ കൂടെ ആണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ആ ഒരു നിലാവൊക്കെ ആയിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. ആ ഒരു നിലാവിൽ നമുക്ക് ബീച്ച് കാണാൻ ഒരു അടിപൊളി ആയിരുന്നു. പിന്നെ നമുക്ക് അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉള്ള ഒരു ദിവസമായിരുന്നു. പിന്നെ മെറീന ബീച്ചിൽ ഇപ്പോൾ പുതിയതായിട്ട് എന്തൊക്കെയോ സെറ്റപ്പൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, ലൈറ്റിങ്ങും സംഭവങ്ങളൊക്കെ എന്തൊക്കെയോ ഉണ്ട്. പക്ഷെ ആ ഒരു ഭാഗത്തല്ലെന്ന് തോന്നുന്നു നമ്മൾ വന്നത്, അതുകൊണ്ട് അതൊന്നും കാണാൻ പറ്റിയില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ മെറീന ബീച്ച് വരുമ്പം ഏത് വശത്തൂടെ നടക്കുന്നതെന്ന് നമുക്ക് തന്നെ ഒരു ബോധം ഉണ്ടാകത്തില്ല. അത് ചിലപ്പോൾ നമ്മൾ ആയതുകൊണ്ടായിരിക്കും, അവിടെ ഉള്ളവർക്ക് അറിയായിരിക്കും. നമുക്കത്ര എത്തും പിടിയില്ല, വരുന്നിടത്തൂടെ ഇറങ്ങി വരിക പോകുക എന്നല്ലാതെ ഏത് സൈഡിൽ എന്താണെന്നൊരു നിശ്ചയമില്ല നമുക്ക്. അപ്പം അങ്ങനെ വന്ന് കാലൊക്കെ നനച്ച് പിന്നെ അധികം അവിടെ നിന്നില്ല കേട്ടോ. കാലൊക്കെ നനച്ച് കുറച്ച് നേരം അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് നടന്ന് മെട്രോ സ്റ്റേഷനിലെത്തി കേട്ടോ. ഒട്ടും ഡിലേ ഇല്ലാതെ തന്നെ നമുക്ക് മെട്രോയിൽ കയറാൻ പറ്റി. പെട്ടെന്ന് മെട്രോയിൽ കയറി ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും നല്ല ടയേർഡായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ലായിരുന്നു. കാലൊക്കെ വേദനിക്കാൻ തുടങ്ങി. മമ്മി ഇതേ വായൊക്കെ പൊളിക്കുന്നു, ഉറക്കം തൂങ്ങുന്നു, ഒന്നും പറയണ്ട. അങ്ങനെ ഞങ്ങൾ നേരെ കഴിക്കാനായിട്ട് പോയി കേട്ടോ. കഴിക്കാനായിട്ട് പോയത് നമ്മൾ കോര ഫുഡ് സ്ട്രീറ്റിലാണ് പോയത്. കോര ഫുഡ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെന്നൈയിൽ തന്നെ ഫേമസ് ആയിട്ടുള്ളൊരു ഫുഡ് സ്ട്രീറ്റാണ് കേട്ടോ. അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു, പൊറോട്ട, കിഴിപ്പൊറോട്ട ഒക്കെ കഴിച്ച് നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഹോട്ടലിൽ രാവിലെ കണ്ട നമ്മളെടുത്ത ഹോട്ടലിലേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പോൾ അന്നെന്ന് വെച്ചാൽ മമ്മിയുടെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പം മമ്മിയുടെ ബർത്ത്ഡേ ആയിരുന്നുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒരു കേക്കൊക്കെ മേടിച്ച്, മമ്മി ഉറങ്ങിയായിരുന്നു, ആ മമ്മിയെ വിളിച്ചെഴുന്നേൽപ്പിച്ച് കേക്കൊക്കെ മുറിപ്പിച്ച്. അപ്പം മമ്മിയുടെ പപ്പയുടെയും വെഡിങ് ആനിവേഴ്സറി ഉടനെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടിനും കൂടെയുള്ള കേക്ക് മുറിയൊക്കെ നമ്മൾ ഇവിടെ വെച്ച് തന്നെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ മമ്മിയും പപ്പയും, ഇച്ചാനാണെങ്കിൽ അന്ന് ഓഫീസിൽ തലേദിവസം രാത്രി പോയിട്ട് ഉറങ്ങാതെയാണ് ഈ പകൽ മൊത്തം കറങ്ങി കിടന്നത്. അതുകൊണ്ട് കിറങ്ങി ഉറക്കം വന്ന് ഒരു രക്ഷയില്ലാതെ നിൽക്കുവാണ്. അതുകൊണ്ടാണ് ആശാൻ ഇങ്ങനെ ഡിം അടിച്ച് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഇതുപോലൊന്നും നിൽക്കത്തില്ല. അപ്പം ഉറക്കം വന്ന് ഒരു രക്ഷയില്ലാതിരിക്കുന്ന ഇച്ചാനെ വിളിച്ചു പൊക്കിയാണ് കേക്ക് കട്ട് ചെയ്യുന്നത്. അപ്പം അവിടെ കാണുന്ന ലൈറ്റൊക്കെ എൻ്റെ ഒരു ഡെക്കറേഷൻ്റെ ഭാഗമായിരുന്നു. അപ്പം ഒന്നും പറയണ്ട, ഇത്രയൊക്കെ ഒരു സെറ്റപ്പേ ഉള്ളായിരുന്നു, അവിടെ വെച്ച് നമുക്ക് ചെയ്യാൻ അത്രയ്ക്ക് പറ്റിയുള്ളൂ. അപ്പം ഇനിയും ബർത്ത്ഡേകൾ നമ്മൾ നല്ല രീതിയിൽ ആഘോഷിക്കുന്നതായിരിക്കും. എനിവേ നമ്മൾ ഇപ്പോൾ വെഡിങ് ആനിവേഴ്സറിക്ക്, ഇനിയിപ്പോൾ പപ്പയുടെ വെഡിങ് ആനിവേഴ്സറി വരുമ്പോൾ നമ്മൾ നാട്ടിൽ പോകുന്നുണ്ടാവില്ലല്ലോ. അപ്പോൾ പിന്നെ രണ്ടിനും കൂടെ ആയിട്ടുള്ളൊരു കേക്ക് കട്ടിങ് ആയിരുന്നു അവിടെ നടന്നത്. അപ്പോൾ എന്തായാലും സന്തോഷത്തോടെയുള്ള നമ്മുടെ ആദ്യത്തെ ദിവസം കഴിഞ്ഞു. ഇനിയും അവർ 2 ദിവസം കൂടി ഇവിടെ ഉണ്ടാവും. അപ്പോൾ 2 ദിവസം കൂടെ നമ്മൾ പപ്പയുടെ മമ്മിയുടെ കറങ്ങുന്ന അടിപൊളി വീഡിയോസ് ഉടനെ മുന്നേ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ട അഭിപ്രായങ്ങളൊക്കെ പറയുക.
വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പറയുക. അപ്പോഴേ കൂടുതൽ വീഡിയോസ് എനിക്ക് ചെയ്യാനായിട്ടുള്ള പ്രചോദനം ആവത്തുള്ളൂ. അപ്പം പപ്പായും മമ്മിയൊക്കെ വരുന്ന ആദ്യത്തെ ഒരു വ്ളോഗാണിത് കംപ്ലീറ്റ്ലി. അപ്പം എനിക്കിത് ഭയങ്കര ഒരു ട്രഷറായിട്ട് ഞാൻ കരുതുന്നു. കാരണം ഇവർ ഇത്രയും വീഡിയോയ്ക്കാണെങ്കിലും ഭയങ്കര കോപ്പറേറ്റീവായിട്ട് നല്ല ആക്റ്റീവായിട്ട് എൻ്റെ കൂടെ തന്നെ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് തന്നെ അറിയത്തില്ലായിരുന്നു. കാരണം ഒരു ക്യാമറയുടെ ഫ്രണ്ടിലോട്ട് പെട്ടെന്ന് വരുമ്പോൾ ചിലർക്കത് ഒരു ഇഷ്ടം ഉണ്ടാവില്ല, ചിലർക്കതിൽ കോപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ പപ്പയും മമ്മിയും അങ്ങനെയൊന്നും അല്ല. അവർക്ക് വീഡിയോസിലൊക്കെ വരാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു, വീഡിയോ എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുപോലെ ഞങ്ങൾ നല്ല അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്തൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പം നാളത്തെ ദിവസത്തിന് വേണ്ടി ഞങ്ങൾ ഇതിൽ കൂടുതൽ എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു ദിവസമാണ്. അപ്പം ആ വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങളും എക്സൈറ്റഡ് ആയിട്ടിരിക്കുക. എല്ലാവരും അടിച്ചു പൊളിച്ച് ഹാപ്പി ആയിട്ടിരിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ടാറ്റ, ബൈ ബൈ.